Hello friends, welcome back to Arraysworld. അപ്പോൾ വീണ്ടും ഒരു ഫയർലെസ് കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നേ ഞാൻ കുറേ ഫയർലെസ് കുക്കിംഗ് റെസിപ്പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 days ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷൻ ചാലഞ്ച് പോലെയാണ് ഞാൻ ആ വീഡിയോസ് എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ അത് കോമ്പറ്റീഷന് പങ്കെടുക്കുന്നവർക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അതിനു മുന്നേ ഞാൻ കുറേ ഫയർലെസ് കുക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ മോൻ്റെ സ്കൂളിൽ ഇതുപോലെ കോമ്പറ്റീഷൻ നടന്നതും അതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതായിട്ടുള്ള ഒരു 2 വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് നല്ലപോലെ യൂസ്ഫുൾ ആവും. അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഫയർലെസ് കുക്കിംഗ് എന്താണെന്ന് നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ അറേയ്സ്വേൾഡ് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്നത്തെ ഫയർലെസ് കുക്കിംഗ് തയ്യാറാക്കാൻ വേണ്ടി മെയിനായിട്ട് നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ബദാം കട്ട് ചെയ്തതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫയർലെസ് കുക്കിംഗ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊട്ടുകടലനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് പൊട്ടുകടല എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള നെയ്യും പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പൊട്ടുകടല നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഷുഗർ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് നമ്മൾ ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയിൽ ചിലപ്പോൾ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അലിയണത് പോലെ നല്ലപോലെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. കുറച്ച് ഡ്രൈ ആവണു എന്ന് തോന്നുമ്പോൾ വീണ്ടും നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പഞ്ചസാര എല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലൊരു ക്രീമി ടെക്സ്ചറിലാണ് ഇതിവിടെ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പൊട്ടുകടല പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒറ്റയടിക്ക് ചേർക്കാൻ പാടില്ല, ചിലപ്പോൾ കട്ടകൾ പിടിക്കും. അതിനാണ് ഞാനിങ്ങനെ കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതും കട്ടിയാവണമെന്ന് തോന്നുമ്പോൾ കുറച്ച് നെയ്യ് കൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്പൂണിൻ്റെ ആവശ്യമില്ല, കൈ കൊണ്ട് വേണം നല്ലപോലെ കുഴച്ചെടുക്കാൻ. ഒരു ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു രൂപത്തിൽ വേണം നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ മാവ് നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊരു ഷേപ്പാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിൽക്ക് പേഡിൻ്റെ ഒരു ഷേപ്പിലാണ് ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കിയെടുക്കാം. സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ടോ ഒക്കെ, അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അതെങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സ്വീറ്റിൻ്റെ നടുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആൽമണ്ട്സ് അതിലേക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ 7 സ്വീറ്റാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഈ ആൽമണ്ട്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാഷ്യോ പിസ്തയോ ഏത് വേണമെങ്കിലും ഇതുപോലെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫയർലെസ് റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളിൽ ഫയർലെസ് കുക്കിംഗ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആകും എന്ന് കരുതുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ അറേയ്സ്വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.